നെപ്റ്റോൺ സോഫ്റ്റ്വെയർ സൊല്യൂഷന്റെ ലേറ്റസ്റ്റ് മൊബൈൽ ആപ്ലിക്കേഷനാണ് അക്രോടച്ച്. അക്രോടച്ച് എല്ലാ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലും വർക്ക് ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ബേസിക്കലി ഇത് B2B ബിസിനസ് മോഡലിനു വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഒരു കമ്പനി അവരുടെ പ്രൊഡക്ട്സ് മറ്റൊരു കമ്പനിയിലേക്ക് ക്രെഡിറ്റായി വിൽക്കുന്നതിനു വേണ്ടിയാണ് അക്രോടച്ച് ഉപയോഗിക്കുന്നത്. ഇത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഹോൾസെയിലേഴ്സ്, ഡീലേഴ്സ്, മറ്റു B2B സെഗ്മെന്റിലെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇത് സെയിൽസ് ഓർഡർ അടിക്കുവാനും റെസിപ്റ്റ് കളക്ട് ചെയ്യുവാനുമാണ് ഉപയോഗിക്കുക. സെയിൽസ്മാൻ സെയിൽസ് ഓർഡർ എടുക്കുവാനും റെസിപ്റ്റ് കളക്ട് ചെയ്യുവാനും വേണ്ടി ഫീൽഡിൽ പോകുമ്പോൾ അയാൾക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും റിയൽ ടൈം ആയി അക്രോടച്ചിൽ ലഭിക്കുന്നതാണ്. അതായത് റിയൽ ടൈം സ്റ്റോക്കും റിയൽ ടൈം അക്കൗണ്ട് റിസീവബിൾസും. നമ്മൾ അക്രോടച്ചിനെ മാനുവൽ ബേസ്ഡ് മോഡലുമായി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഇവിടെ സെയിൽസ്മാൻ സെയിൽസ് ഓർഡറും റെസിപ്റ്റ്സും ഒരു പേപ്പറിൽ എഴുതുകയും പിന്നീട് ഇവയെല്ലാം ബേസ് ഓഫീസിലെ സോഫ്റ്റ്വെയറിൽ വീണ്ടും എൻ്റർ ചെയ്യാൻ അക്കൗണ്ടിന് കൊടുക്കേണ്ടതുമാണ്. ഇതുവഴി ഒരേ ജോലി 2 തവണ ചെയ്യേണ്ടി വരുന്നു. മാത്രമല്ല റിയൽ ടൈം സ്റ്റോക്കോ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സോ ലഭിക്കുകയുമില്ല. അക്രോടച്ച് ഈ കാര്യങ്ങളെല്ലാം ഒറ്റൊരു പോയിന്റിൽ ചെയ്യുകയും ഓൺലൈൻ വഴി ബിസിനസ് സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമുക്ക് അക്രോടച്ച് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കാണുന്ന ലോഗിൻ സ്ക്രീനിൽ യൂസർ നെയിം പാസ്വേഡും കൊടുക്കുക. ഈ കാണുന്ന ഹോം പേജിൽ സിങ്ക്രണൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ റിയൽ ടൈം ഡാറ്റ സെർവറിൽ നിന്ന് മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ സെർവറിൽ നിന്ന് ഡാറ്റ ഡൗൺലോഡ് ആകുന്നത് കാണുന്നില്ലേ? സെയിൽസ് ഓർഡർ എടുക്കുവാനോ റെസിപ്റ്റ് വാങ്ങുവാനോ വേണ്ടി ഓർഡർ ആൻഡ് റെസിപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ് സോഫ്റ്റ്വെയറിൽ രജിസ്റ്റർ ചെയ്ത കസ്റ്റമേഴ്സ് ആണ് ഈ കാണുന്നത്. നിങ്ങൾ ആവശ്യമുള്ള ഒരു കസ്റ്റമറെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 ബട്ടൺസ് കാണാം. പ്ലേസ് ആൻ ഓർഡർ, പേ ദ ബിൽ. ആദ്യം നമ്മൾക്ക് സെയിൽസ് ഓർഡർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്ലേസ് ആൻ ഓർഡർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ് സോഫ്റ്റ്വെയറിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ സ്ക്രീനിൽ ഐറ്റം സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ പേര്, ഈ കസ്റ്റമർക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ഡീഫാൾട്ട് പ്രൈസ്, അവൈലബിൾ സ്റ്റോക്ക് തുടങ്ങിയ വിവരങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇത് മാത്രമല്ല ഓരോ ഐറ്റത്തിനും ബിസിനസ് സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ പ്രൈസ് ഓപ്ഷൻ ഇതിൽ ലഭ്യമാണ്. ഫോർ എക്സാമ്പിൾ, കസ്റ്റമർക്ക് ബേക്കിംഗ് പൗഡറും കൊക്കോ പൗഡറും വേണമെങ്കിൽ സെർച്ച് ബോക്സിൽ ഐറ്റം നെയിം ടൈപ്പ് ചെയ്ത് അതിനെ സെലക്ട് ചെയ്യാം. ഇവിടെ ഒരു ഐറ്റം സെലക്ട് ചെയ്യുന്നതോടുകൂടി അതിന്റെ റിയൽ ടൈം സ്റ്റോക്ക് കാണുന്നതായിരിക്കും. പിന്നെ എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് ടൈപ്പ് ചെയ്ത് ആഡ് ടു കാർട്ട് അടിക്കുക. ഇങ്ങനെ ആവശ്യമുള്ള എല്ലാ ഐറ്റംസും കാർട്ട് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത ശേഷം ഓർഡർ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓർഡർ നൗ ബട്ടൺ അടിക്കുന്നതോടുകൂടി അക്രോടച്ച് ഓൺലൈൻ സെർവർ അപ്ഡേറ്റ് ചെയ്യും. കസ്റ്റമർക്ക് അക്നോളജ്മെന്റ് കൊടുക്കണമെങ്കിൽ SMS വഴിയും ഇമെയിൽ വഴിയും കൊടുക്കാം. SMS വഴി കൊടുക്കാൻ SMS ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
ഈ SMS-ൽ കസ്റ്റമർ നെയിമും സെയിൽസ് ഓർഡർ നമ്പറും സെയിൽസ് ഓർഡർ എടുത്ത ഡേറ്റും ടോട്ടൽ എമൗണ്ടും സെയിൽസ് ഓർഡർ എടുത്ത വ്യക്തിയുടെ പേരും ഉണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് മാത്രമാണ്. നിങ്ങളുടെ ബിസിനസ് സോഫ്റ്റ്വെയറിൽ കസ്റ്റമറെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അയാളുടെ കോൺടാക്ട് നമ്പറും കൊടുക്കേണ്ടതാണ്. ഇനി കസ്റ്റമർക്ക് ഇമെയിൽ വഴി അക്നോളജ്മെന്റ് കൊടുക്കാൻ ഇമെയിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ എടുത്ത സെയിൽസ് ഓർഡറിന്റെ PDF ഫോർമാറ്റ് അറ്റാച്ച് ആയിട്ടുണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമാണ്. കസ്റ്റമർ രജിസ്റ്റർ ചെയ്യുമ്പോൾ അയാളുടെ ഇമെയിൽ അഡ്രസ് കൂടി കൊടുക്കേണ്ടതാണ്. ഇനി കസ്റ്റമറുടെ അടുത്ത് നിന്ന് റെസിപ്റ്റ് എങ്ങനെ കളക്ട് ചെയ്യാം എന്ന് നോക്കാം. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കസ്റ്റമറെ സെലക്ട് ചെയ്യുക. എന്നിട്ട് പേ ദ ബിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ സ്ക്രീനിൽ കാണുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ്. അതിനാൽ എല്ലാ പേയ്മെന്റ് ഡീറ്റെയിൽസും, അതായത് ഇൻവോയ്സ് ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, അതായത് ഇൻവോയ്സിലെ എമൗണ്ട് എന്നിവയെല്ലാം കസ്റ്റമറോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഇനി കസ്റ്റമർ തരാൻ ഉദ്ദേശിച്ച എമൗണ്ട് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ 2000 രൂപ എൻ്റർ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ എമൗണ്ട് ഏതെല്ലാം ഇൻവോയ്സിലേക്കാണ് പോകുന്നതെന്ന് ഇവിടെ കാണാം. ഇനി പേ ബിൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അക്കൗണ്ട് ലെഡ്ജർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. You make a successful transaction. ഇനി കസ്റ്റമർക്ക് അക്നോളജ്മെന്റ് കൊടുക്കാൻ സെയിൽസ് ഓർഡറിൽ ചെയ്ത പോലെ തന്നെ ഇതിലും 2 ഓപ്ഷൻസ് ഉണ്ട്, അതായത് ഇമെയിലും SMS-ഉം. ഇവിടെ റെസിപ്റ്റിന്റെ PDF ഫയൽ ഓട്ടോമാറ്റിക്കലി അറ്റാച്ച്ഡ് ആയതായി കാണാം. ഇതിൽ ടു ഫീൽഡിൽ കസ്റ്റമറുടെ ഇമെയിൽ ID ഓട്ടോമാറ്റിക്കലി വരണമെങ്കിൽ ബിസിനസ് സോഫ്റ്റ്വെയറിൽ കസ്റ്റമറെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇമെയിൽ ID കൊടുക്കേണ്ടതാണ്. ഈ SMS-ൽ യുണീക്ക് ആയിട്ടുള്ള റെസിപ്റ്റ് നമ്പറും കസ്റ്റമർ നെയിമും കസ്റ്റമറിൽ നിന്ന് ലഭിച്ച എമൗണ്ടും ഏത് ഇൻവോയ്സിലേക്കാണ് ക്യാഷ് അടക്കുന്നത് എന്ന് കാണിക്കുന്ന ഇൻവോയ്സ് നമ്പറും കസ്റ്റമർ ക്യാഷ് തന്നതിനു ശേഷമുള്ള ബാലൻസും ക്യാഷ് കളക്ട് ചെയ്ത ആളുടെ പേരും ക്യാഷ് കളക്ട് ചെയ്ത തീയതിയും സമയവും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി യൂസർക്ക് ഇന്ന് അയാൾ ഫീൽഡിൽ നിന്ന് കളക്ട് ചെയ്ത ടോട്ടൽ ക്യാഷിന്റെ വിവരങ്ങൾ കിട്ടാൻ റെസിപ്റ്റ് റിപ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി യൂസർക്ക് അയാൾ എടുത്ത സെയിൽസ് ഓർഡേഴ്സിന്റെ ഡീറ്റെയിൽസ് കാണാൻ സെയിൽസ് ഓർഡർ റിപ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഈ കാണുന്ന സെയിൽസ് ഓർഡറിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ അത് സെലക്ട് ചെയ്ത് വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി യൂസർ ചെയ്യേണ്ടത് അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നത് മാത്രമാണ്. അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഓൺലൈൻ സെർവറിൽ ഡാറ്റ അപ്ഡേറ്റഡ് ആയിരിക്കും. ഇനി ബിസിനസ് സോഫ്റ്റ്വെയറിൽ ഇമ്പോർട്ട് ചെയ്യുന്നതോടുകൂടി ബിസിനസ് സോഫ്റ്റ്വെയറിലെ ഡാറ്റ അപ്ഡേറ്റഡ് ആയിരിക്കും. Thank you for sparing your valuable time with us. Please share this video with appropriate ones.